നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ പാക് സംഘർഷവും അഹമ്മദാബാദിലെ വിമാന ദുരന്തവും എല്ലാം ആഘോഷിച്ച വ്യാജന്മാരുടെ ഏറ്റവും പുതിയ തുറുപ്പുചീട്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷമാണ്. സംഘർഷം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനും ഇസ്രയേലും ആക്രമണം വിട്ടുവീഴ്ചയില്ലാതെ ശക്തമാക്കിയിരിക്കുന്നു. ഇറാൻ ആണവായുധം നേടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇസ്രയേൽ ഇറാനിൽ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതോടെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു ആക്രമണത്തിലൂടെ ഇറാനും പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം ബോംബ് ആക്രമണത്തിനും തുടക്കമിട്ടിരുന്നു. സമാനമായി വ്യാജ ഉള്ളടക്കങ്ങളും വാസ്തവവും തമ്മിലും യുദ്ധവും സമൂഹ മാധ്യമങ്ങളെ ചൂടുപിടിപ്പിക്കുകയാണ്. മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങി പല ആധുനിക ആയുധങ്ങളും പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിച്ച് രാജ്യങ്ങൾക്കിടയിൽ ആക്രമണവും പ്രത്യാക്രമണവും നടക്കുന്നതിന് തുല്യമായി തന്നെ വ്യാജന്മാരുടെ തേർവാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ. പ്രചരിക്കുന്ന പോസ്റ്ററുകൾ മിക്കതും വ്യാജം. ഇത്തവണ പങ്കുവയ്ക്കപ്പെടുന്നതിലേറെയും ഇസ്രയേലിനെതിരെയും അവരെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുന്നതിന് ലഭിച്ച തിരിച്ചടി എന്ന തരത്തിലാണ് തലക്കെട്ടുകൾ. എന്നാൽ പ്രചരിക്കുന്നതെല്ലാം ഇപ്പോൾ നടക്കുന്ന സംഘർഷവുമായി ബന്ധമില്ലാത്ത ദൃശ്യങ്ങളാണ്. കൃത്രിമമായി നിർമ്മിച്ചവയും ഇക്കൂട്ടത്തിലുണ്ട്. AI നിർമ്മിത വീഡിയോകളാണ് ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ ഇസ്രയേലിൻ്റെ ക്രൂരതയായി കാണിക്കുന്നത്. AI നിർമ്മിത വീഡിയോയാണ് മിക്കതും. ഇറാനിൻ്റെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രയേലിൻ്റെ ടെല്ലവീവിൽ പതിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തു എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമങ്ങളിൽ തകർത്താടുന്നത് 2022 ഹൈഫയിലുണ്ടായ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അതുപോലെ ഇസ്രയേൽ എയർപോർട്ട് തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ AI നിർമ്മിത വീഡിയോയാണ് ഇത് വരുന്നത്. ടെല്ലവീവിലെ റാഷോൺ ലിസോണിൽ നടന്ന മിസൈൽ ആക്രമണത്തിൻ്റെ CCTV ദൃശ്യം എന്ന പേരിൽ പ്രചരിക്കുന്നത് മുൻപ് ലെബനിലെ ഷെയ്ഖ് രഖബ് ഹർബ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ നടന്ന സംഭവത്തിൻ്റെ വീഡിയോയാണ്. ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലേറ്റ് ഇസ്രയേലിൻ്റെ മൊസാദ് മിലിറ്ററി ആസ്ഥാനം തകരുന്നു എന്ന പേരിൽ പ്രചരിക്കുന്നതാകട്ടെ 2024 നവംബറിൽ ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇറാൻ സൈന്യത്തിൻ്റെ പിടിയിലായ ഇസ്രയേൽ പൈലറ്റുമാർ എന്ന പേരിൽ കാണുന്നതും വ്യാജം തന്നെ. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഇൻ്റലിജൻസ് തലവൻ മേജർ ജനറൽ ഷ്ലോമി ബൈൻഡറാണ് ആദ്യ ചിത്രത്തിലുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ചിലി വനിതാ നേവൽ ഓഫീസർ ഡാനിയേല ഫിഗുറോവയാണ്. ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഇറാൻ ഫൈറ്റർ ജെറ്റുകളായി കാണിക്കുന്നത് കുട്ടികൾക്കുള്ള വീഡിയോ ഗെയിമിൻ്റെയും കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച സിമുലേഷൻ വീഡിയോയുമാണ്. ഏറ്റവും രസകരമായത് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ വധശിക്ഷയും മറക്കാനാകാത്ത ഒരന്ത്യവും എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ഒരു വധശിക്ഷയാണ്. ഇറാനിൽ പിടിയിലായ മൊസാദ് ചാരനെ മിസൈലിൽ കയറ്റി വിടുന്നതാണ് ദൃശ്യം. പ്രചരിക്കുന്ന ചിത്രങ്ങൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇസ്രയേലിലെ റിഫൈനറിയിൽ മിസൈൽ പതിച്ച ദൃശ്യങ്ങളുടെ വാസ്തവം 2025 ഏപ്രിൽ 30 ഇസ്രയേലിലുണ്ടായ കാട്ടുതീയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ നാട്ടുകാർ ഇസ്രയേൽ സൈനികരെ കൈകാര്യം ചെയ്യുകയും സൈനികർ ബങ്കറുകളിൽ ഒളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നു. അതിപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് പഴയ 2 വീഡിയോകൾ ചേർത്തുവെച്ച വീഡിയോയാണ് പ്രചരിക്കുന്നത്. വീഡിയോ 1 2025 ജനുവരിയിൽ ജെറുസലേമിൽ നടന്ന പ്രതിഷേധത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീഡിയോ 2 ഇസ്രയേൽ സൈന്യത്തിൻ്റെ മെമ്മോറിയൽ ഡേയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും. ടെല്ലവീവിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ പ്രചരിക്കുന്നത് ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇത്തരം വ്യാജ പോസ്റ്റുകളാണ് ഇറാനും ഇറാൻ അനുകൂലികളും പടച്ചുവിടുന്നത്. സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഇത്തരം വ്യാജ ചിത്രങ്ങളുടെ പേരിലാണ് ഇസ്രയേലിനെ കേരളത്തിലെ ഇറാൻ അനുകൂലികൾ ഉൾപ്പെടെ തെറ്റുകാരായി ചിത്രീകരിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം വ്യോമാക്രമണങ്ങളും നടത്തുന്നുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളുടെ വിദേശ വിഭാഗമായ ഖുദ്സ് സേനയിലെ ഒരു മുതിർന്ന കമാൻഡറെ സൈന്യം കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ തെക്കൻ ലെബനൻ നഗരമായ നഖൌറയ്ക്ക് സമീപമുള്ള ഒരു ഹിസ്ബുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റ് ഇസ്രയേൽ നാവികസേന ആക്രമിച്ചിട്ടുണ്ട്. ഇറാനിലെ മിസൈൽ സംഭരണ വിക്ഷേപണ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു. പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടതായി സൈന്യം പറയുന്നു. അതേസമയം ടെഹ്റാൻ, ഹൈഫയിലും
ബിർഷെബയിലും മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 19 ഇസ്രയേലികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാനിൽ 657 പേർ മരിക്കുകയും 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാന്റെ മനുഷ്യാവകാശ ആക്ടിവിസ്റ്റ് വാർത്താ ഏജൻസി പറയുന്നുണ്ട്. ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യനയ മേധാവിയുമായും UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുമായും ചർച്ച നടത്തി. ഇസ്രയേൽ ആക്രമണം നിർത്തുന്നതുവരെ ഇറാൻ US-ഉമായി ഇടപഴകില്ല എന്ന് അരാഗ്ചി പറയുന്നു. എന്നാൽ യൂറോപ്പുമായി ചർച്ചകൾ തുടരാനുള്ള സന്നദ്ധതയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് ആണവ ആയുധങ്ങളുടെ നിർമ്മാണം നടക്കുന്നു എന്ന സംശയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. സംനാൻ നഗരത്തിന് തെക്കുപടിഞ്ഞാറ് 37 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ ഫലമായാണോ ഈ പ്രകമ്പനം എന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നു. സംഭവത്തിൽ ആളപായമില്ല എന്നും നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണുള്ളതെന്നും ഇറാൻ പറഞ്ഞതും വിശ്വസനീയമല്ല. ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സും സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേലിന്റെ ആക്രമണം എന്നുള്ളതിനാൽ ആ തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന നിരീക്ഷണവും വരുന്നു. US വ്യോമാക്രമണം ഒഴിവാക്കാൻ ഇറാന് പരമാവധി 2 ആഴ്ച സമയം നൽകിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. US ചേർന്നാലും ഇല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതിയുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ആയുധശേഖരത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഭീഷണി ഇല്ലാതാക്കാൻ ഇറാനിലെ ഇസ്രയേലിൻ്റെ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. യുദ്ധം ഇരുകൂട്ടരും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അരാഗ്ചിയും യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. ഇറാൻ, UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവിയുമാണ് ഇറാനൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ നയതന്ത്ര പരിഹാരം കാണുന്നത് ലക്ഷ്യമിട്ടാണ് ചർച്ച. ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ പ്രതിനിധികൾ ഇറാനോട് ആവശ്യപ്പെട്ടെന്നാണ് വിവരം. ഇതേസമയം തന്നെ UN രക്ഷാസമിതിയിലും ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ യോഗം പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടെഹ്റാൻ വീണ്ടും നയതന്ത്ര ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത്. അതിനിടെ ഇറാനിൽ നിന്ന് എംബസി ജീവനക്കാരെ പിൻവലിക്കുകയാണെന്ന് UK വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സുരക്ഷാ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ടെഹ്റാനിലെ എംബസിയിൽ നിന്ന് ജീവനക്കാരെ പിൻവലിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇറാനിൽ നിന്ന് ഞങ്ങളുടെ ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിക്കാനുള്ള മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് UK വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിലെ എംബസിയിലെയും കോൺസുലേറ്റിലെയും ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും താൽക്കാലികമായി പിൻവലിക്കുകയാണെന്ന് UK നേരത്തെ അറിയിച്ചിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.